ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ ക്ലാസ് കാണാത്തവർ അതുകൂടി കാണുക. അതിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചരിത്രത്തിൻ്റെ SCRT സീരീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ, വേൾഡ്, കേരള ചരിത്രങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് 8ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പാഠത്തിൻ്റെ പേര് നമ്മുടെ ഗവൺമെൻറ്. ഇവിടെ നമുക്ക് പല ചിത്രങ്ങളും കാണാം. ചിത്രം 1, ചിത്രം 2, ചിത്രം 3 അല്ലേ, 1, 2, 3 ചിത്രങ്ങൾ. സോ ഇവിടെ ചോദിച്ചിരിക്കുകയാണ്, മുകളിൽ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ ഒന്നാമത്തെ ചിത്രം നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന പാർലമെൻറ്റാണ് അല്ലേ. ഇത് പാർലമെൻറ്റാണ്. ഈ ഒന്നാമത് കൊടുത്തിരിക്കുന്നത് പാർലമെൻറ്റാണ്. ഇനി രണ്ടാമത് കൊടുത്തിരിക്കുന്ന ചിത്രം കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി. ഇതൊക്കെ പഴയ പാർലമെൻറ്റ് മന്ദിരമാണ് അല്ലേ. പുതിയ പാർലമെൻറ്റ് മന്ദിരമൊക്കെ വേറെയാണ്. ദെൻ മൂന്നാമത്തെ ചിത്രം, ഇനി ബാക്കിയുള്ളത് നീതിന്യായ വ്യവസ്ഥയാണ് അല്ലേ. അതിൻ്റെ പരമോന്നത സ്ഥാപനം സുപ്രീം കോടതിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ചിത്രമാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെൻറ്റിന് നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നീ 3 ഘടകങ്ങളുണ്ടാകും. ഏതൊക്കെ? നിയമനിർമ്മാണ വിഭാഗം പാർലമെൻറ്റ് അല്ലേ, കാര്യനിർവഹണ വിഭാഗം, ദെൻ നീതിന്യായ വിഭാഗം, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അപ്പോൾ അതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഗവൺമെൻറ്റാണ്. അതിൽ ഒന്നാമത്തത് നിയമനിർമ്മാണ വിഭാഗം. ഇവിടെ ചെയ്യുന്നത് നിയമങ്ങളെ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ കാര്യനിർവഹണ വിഭാഗം, നിയമങ്ങൾ നടപ്പിലാക്കുന്നു. ദെൻ നീതിന്യായ വിഭാഗം, നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇന്ത്യയിലെ ഗവൺമെൻറ് ഒന്ന് നിയമനിർമ്മാണ വിഭാഗമാണ്. നിയമനിർമ്മാണ വിഭാഗത്തിൽ വരുന്നത് രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. അപ്പോൾ രാഷ്ട്രപതിയും ലോകസഭയും രാജ്യസഭയും ചേരുന്നതാണ് നിയമനിർമ്മാണ വിഭാഗം. കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവിയുടെ തലപ്പത്ത് രാഷ്ട്രപതിയാണ് അല്ലേ. എല്ലാ ഉദ്യോഗസ്ഥരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. അപ്പോൾ ഏറ്റവും ടോപ്പിൽ രാഷ്ട്രപതിയാണ്, ഏറ്റവും താഴെ ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഇതിനിടയിൽ ഉപരാഷ്ട്രപതി വരുന്നുണ്ട്, പ്രധാനമന്ത്രി വരുന്നുണ്ട്, മന്ത്രിസഭ വരുന്നുണ്ട്. ദെൻ നീതിന്യായ വിഭാഗം അഥവാ ജുഡീഷ്യറി. ഏറ്റവും ടോപ്പ് സുപ്രീം കോടതി, ദെൻ സംസ്ഥാനത്തിലെ ഹൈക്കോടതി, ജില്ലാ കോടതി, സബ് കോടതികൾ, മുൻസിഫ് കോടതിയുണ്ട്, മജിസ്ട്രേറ്റ് കോടതിയുണ്ട്. അവയുടെ പ്രത്യേകതയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കാണുക കേട്ടോ. നിയമനിർമ്മാണ വിഭാഗം ഇന്ത്യയിൽ എങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ പേര് പാർലമെൻറ്റ് എന്നാണ്. രാഷ്ട്രപതിയും ലോകസഭ, രാജ്യസഭ എന്നീ 2 സഭകളും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയിലെ പാർലമെൻറ്റ്. അപ്പോൾ രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. ഈ രാജ്യസഭ തന്നെ ഉപരിസഭയെന്നും ലോകസഭയെ അധോസഭയെന്നും പറയുന്നു. അപ്പോൾ രാജ്യസഭയുടെ മറ്റൊരു പേരാണ് അപ്പർ ഹൗസ്, ഉപരിസഭ. ലോകസഭ ലോവർ ഹൗസ്. ആ പേരിൽ തന്നെ ലോ അല്ലേ, ലോവർ. 2 സഭകൾ ഉള്ളതിനാൽ നമ്മുടെ പാർലമെൻറ്റിനെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നു. ദെൻ രാജ്യസഭയിലേക്ക് വരാം. അപ്പർ ഹൗസ് രാജ്യസഭയാണല്ലോ അല്ലേ. രാജ്യസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങളുണ്ട്. 238 അംഗങ്ങൾ. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങൾ. 12 അംഗങ്ങൾ.
സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. അപ്പോൾ രാജ്യസഭയെ എന്ത് ചെയ്യാൻ കഴിയില്ല? പിരിച്ചുവിടാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു സ്ഥിരം സഭയാണ്. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു. രാഷ്ട്രപതിയല്ല, ഉപരാഷ്ട്രപതിയാണ് ഇതിൻ്റെ മീറ്റിങ്ങുകളിൽ അധ്യക്ഷം വഹിക്കുന്നത്. മനസ്സിലായോ? രാജ്യസഭയിൽ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. അധ്യക്ഷനാണ് കേട്ടോ, അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. ഇനി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുടെ എണ്ണങ്ങളും മറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഭേദഗതി വരുന്നുണ്ട്. ഞാൻ ആ ഭേദഗതി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം അതിൻ്റെ ഒരു അവസാന ക്ലാസ്സിലേക്ക് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാം. ദെൻ ലോകസഭയിൽ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന 543 അംഗങ്ങൾ. അപ്പോൾ ഇവരെ നമ്മൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭയിലെ അംഗങ്ങളെ നേരിട്ടാണോ തിരഞ്ഞെടുക്കുന്നത്? ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ നേരിട്ടാണോ അല്ലാതെയാണോ എന്ന് അവിടെ എടുത്ത് പറയുന്നില്ല. സോ നമുക്കതിൻ്റെ രീതികൾ എങ്ങനെയാണെന്ന് ചർച്ച ചെയ്ത് വരാം. ഇവിടെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന 543 അംഗങ്ങൾ, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 2 അംഗങ്ങൾ. ഇതിനെ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. 5 വർഷമാണ്. അപ്പോൾ കാലാവധിയുണ്ട്. ഇവിടുത്തെ അധ്യക്ഷൻ സ്പീക്കറാണ്. അപ്പോൾ നമ്മുടെ ലോകസഭയിലെ അധ്യക്ഷൻ സ്പീക്കറാണ്. രാജ്യസഭയിൽ ഉപരാഷ്ട്രപതിയാണ്. ഓക്കെ അല്ലേ? രാഷ്ട്രപതി പാർലമെൻറ്റ് അംഗമല്ല. രാഷ്ട്രപതി പാർലമെൻറ്റിലെ മെമ്പറല്ല. പക്ഷെ അദ്ദേഹം പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പാർട്ടാണ്, ഒരു ഫാക്ടറാണ്. എന്തല്ല? മെമ്പറല്ല, പാർലമെൻറ്റിൻ്റെ മെമ്പറല്ല. അപ്പോൾ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് രാഷ്ട്രപതിയും അതേപോലെ നമ്മുടെ ലോകസഭയും രാജ്യസഭയൊക്കെ ചേരുന്നതാണ്. പക്ഷേ രാഷ്ട്രപതി അതിലെ മെമ്പറല്ല. പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുക, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നീ ചുമതലകൾ നിർവഹിക്കുന്നതിനാലാണ് രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമാകുന്നത്. രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമാകുന്നത് പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്, അധ്യക്ഷനല്ല, വിളിച്ചു കൂട്ടുന്നത് അദ്ദേഹമാണ്. ഇനി സംയുക്ത സമ്മേളനമാണ് എങ്കിൽ, അതായത് രാജ്യസഭയും ലോകസഭയും എല്ലാം ചേർത്തിരുത്തിക്കൊണ്ടുള്ള സംയുക്ത സമ്മേളനമാണ് എങ്കിൽ അവിടെ അഭിസംബോധന ചെയ്യുന്നത് രാഷ്ട്രപതിയായിരിക്കും. ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത്, രാഷ്ട്രപതി ഒപ്പുവെക്കുമ്പോഴാണ് ഒരു ബില്ല് നിയമമായിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നതും രാഷ്ട്രപതിയാണ്. ഇനി പാർലമെൻറ്റിൻ്റെ ചുമതല. നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല അല്ലെ. പ്രധാനമായിട്ടുള്ള ചുമതല നിയമനിർമ്മാണമാണ്. അത് നമ്മൾ പറഞ്ഞു. നിയമനിർമ്മാണത്തിന് പാർലമെൻറ്റിൻ്റെ 2 സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. അപ്പോൾ 2 സഭകളും അംഗീകരിക്കുമ്പോഴാണ് ഒരു നിയമം നിർമ്മിക്കപ്പെടുന്നത്. ലോകസഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ചാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. രണ്ടും സംയുക്തമായിട്ടല്ല, വെവ്വേറെ ആയിട്ടാണ് വിളിച്ച് ചേർത്ത് സമ്മേളനങ്ങൾ നടത്തുന്നത്. രണ്ടുപേരെ ഒരുമിച്ച് വിളിച്ച് കൂട്ടുകയാണെങ്കിൽ അതിനെ അഭിസംബോധന ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. അങ്ങനെ വിളിച്ച് ചേർക്കാറുണ്ട്. പക്ഷെ സാധാരണഗതിയിൽ രണ്ടുപേരും വെവ്വേറെയാണ് സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടാറ്. നിയമത്തിൻ്റെ കരട് രൂപമാണ് ബില്ല്. നമ്മൾ നേരത്തെ ബില്ല് പറഞ്ഞില്ലേ, രാഷ്ട്രപതിയാണ് ബില്ല് അംഗീകരിക്കുന്നത്. അപ്പോൾ നിയമത്തിൻ്റെ ഒരു ഡ്രാഫ്റ്റാണ്, അതിൻ്റെ ഒരു ആദ്യത്തെ രൂപമാണ്, കരട് രൂപമാണ് ബില്ല് എന്ന് പറയുന്നത്. ഒരു സാധാരണ ബില്ല് പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം. ഇപ്പോൾ ഒരു നോർമൽ ബില്ലാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ രാജ്യസഭ അല്ലെങ്കിൽ ലോകസഭ എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കാം. ഇനി ബില്ല് ആദ്യം പരിഗണിക്കുന്ന സഭയെ ഒന്നാം സഭയെന്നും രണ്ടാമത് പരിഗണിക്കുന്ന സഭയെ രണ്ടാം സഭയെന്നും പറയാം. ഇപ്പോൾ രാജ്യസഭ, ലോകസഭ, അതിലേത് സഭയിലാണോ ആദ്യമായിട്ട് ബില്ല് അവതരിപ്പിക്കുന്നത് അതിനെ ഒന്നാം സഭ, രണ്ടാമത്തതിനെ രണ്ടാം സഭ എന്ന് പറയുന്നു. 2 സഭകളിലും പ്രത്യേക ഘട്ടങ്ങളിലൂടെ ഈ ബില്ല് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ബില്ല് കണ്ടില്ലേ, ബില്ല് നേരെ ഒന്നാം സഭയിലേക്ക് പോകുന്നു. ആദ്യം ഒരു വായന, ഇങ്ങനെ 3 വായന വരും. ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന. എന്നിട്ട് രണ്ടാം സഭയിലേക്ക് കടത്തി വിടുന്നു. ഇതും 3 വായനകൾ കടന്നു പോകുന്നു. ദെൻ അവസാനം പ്രസിഡന്റ് അംഗീകരിക്കുന്നു. അപ്പം 3 വായനകൾ നടക്കുന്നുണ്ട്. അപ്പം 3 വായനകളിലും ചില മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തൊക്കെയാണ് ആ 3 വായനകളിൽ വരുന്നത് നമുക്ക് നോക്കാം. ഒന്നാം വായനയിൽ ബില്ല് പ്രസൻറ്റ് ചെയ്യുന്നു, ബില്ല് എന്താണെന്ന് അവതരിപ്പിക്കുന്നേ ഉള്ളൂ. രണ്ടാമത് വായിക്കുന്ന സമയത്ത്
ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. അപ്പോൾ ബില്ലിൻ്റെ ഉള്ളിലുള്ള ഓരോ വകുപ്പും എടുത്തു വെച്ച് ചർച്ച ചെയ്തിട്ട് പാസ്സാകാൻ യോഗ്യതയുള്ളതിനെ പാസ്സാക്കുന്നു, മാറ്റം വരുത്തേണ്ടതിനെ മാറ്റം വരുത്തുന്നു, അല്ലാത്തവയെ റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഓരോ വകുപ്പും പ്രത്യേകം എടുത്ത് അപഗ്രഥനം ചെയ്യുന്നത് രണ്ടാം വായനയിലാണ്. ഇനി മൂന്നാം വായന ആകുമ്പോഴാണ് ബില്ല് മൊത്തത്തിൽ പാസ്സാക്കണോ നിരാകരിക്കണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തതിൽ വെറുതെ വായിക്കുന്നു, രണ്ടാമത്തതിൽ ഓരോ വകുപ്പും ഇഴകീറി വായിക്കുന്നു, മൂന്നാമത്തതിൽ ബില്ല് മൊത്തത്തിൽ പാസ്സാക്കണോ വേണ്ടിയെന്ന് തീരുമാനിക്കുന്നു. ഓക്കെ അല്ലേ? സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇനി ഒന്നാം സഭ പാസ്സാക്കി കഴിഞ്ഞാൽ സഭാധ്യക്ഷന്റെ സാക്ഷ്യപത്രത്തോടെ ബില്ല് രണ്ടാം സഭയുടെ പരിഗണനയ്ക്ക് അയക്കുന്നു. രണ്ടാം സഭയിലും മുകളിൽ പറഞ്ഞത് പോലെ 3 ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ആദ്യം ഒന്നാം സഭ വായിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ അധ്യക്ഷൻ, ഒന്നെങ്കിൽ സ്പീക്കർ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി, അതിനെ അംഗീകരിച്ച് അടുത്ത സഭയിലേക്ക് അയക്കുന്നു. അവിടെയും ഈ 3 വായനകളിലൂടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നു. ബില്ല് 2 സഭകളും പാസ്സാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കുന്നു. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ബില്ല് നിയമമായിട്ട് മാറുന്നു. അപ്പോൾ ഒരു ബില്ല് നിയമമാകുന്നത് രാഷ്ട്രപതി ഒപ്പുവെക്കുന്ന സമയത്താണ്. 2 സഭകൾക്കുമിടയിൽ ബില്ലിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഒരു സംയുക്ത സമ്മേളനം വിളിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബില്ലിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നു, അവിടെ വെച്ച് തീരുമാനമെടുക്കുന്നു. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ലോകസഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലായിരിക്കും സംയുക്ത സമ്മേളനം ചേരുക. അപ്പോൾ സംയുക്ത സമ്മേളനത്തിനെ അഡ്രസ്സ് ചെയ്യുന്നത്, വിളിച്ചു കൂട്ടുന്നതൊക്കെ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് രാഷ്ട്രപതിയാണ്. പക്ഷെ അവിടെ അധ്യക്ഷത ആരാണ്? ലോകസഭാ സ്പീക്കറാണ്. ലോകസഭാ സ്പീക്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. ഓക്കെ അല്ലേ? സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്, അഭിസംബോധന ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്, അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ്. അത് നോട്ട് ചെയ്യുക. ദെൻ ഇവിടെ അഡീഷണൽ കുറച്ച് ഫാക്റ്റുകൾ പറയുന്നുണ്ട്. പാർലമെൻറ്റ് സമ്മേളനം, അധിക വായനയാണ് ഇതൊക്കെ ചോദിക്കുന്ന കാര്യമാണ്. അധിക വായനയെങ്കിലും നമുക്ക് ചോദിക്കുന്നതാണ്. പാർലമെൻറ്റ് സമ്മേളനങ്ങൾ, പാർലമെൻറ്റിൻ്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ 6 മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ പാർലമെൻറ്റിൻ്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ 6 മാസത്തെ ഗ്യാപ്പേ പരമാവധി ഉണ്ടാകാൻ പാടുള്ളൂ. എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെൻറ്റ് 3 തവണ സമ്മേളിക്കുന്നു. അപ്പോൾ എല്ലാ വർഷവും 3 തവണയാണ് സമ്മേളനം നടക്കുന്നത്. അതിനെ വർഷകാല സമ്മേളനം, ശീതകാല സമ്മേളനം, വേനൽക്കാല സമ്മേളനം. വർഷകാല സമ്മേളനം, ശീതകാല സമ്മേളനം, വേനൽക്കാല സമ്മേളനം. ആ സീസണായിട്ട് ബന്ധപ്പെട്ട് പേര് കൊടുത്തിട്ടുണ്ട്. രാജ്യസഭ ചില സാഹചര്യങ്ങളിൽ 4 സമ്മേളനങ്ങൾ വരെ ചേരാറുണ്ട്. അപ്പോൾ രാജ്യസഭ പരമാവധി 4 സമ്മേളനങ്ങൾ വരെ ചേരാറുണ്ട് എന്ന് പഠിക്കാം. ഇനി ചോദ്യോത്തര വേള. ഈ സമ്മേളനങ്ങളിൽ ചോദ്യോത്തരങ്ങൾ ഉണ്ടാവും അല്ലേ? പാർലമെൻറ്റിൻ്റെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തര വേളയിലൂടെയാണ്. അപ്പോൾ ഓരോ ദിവസവും ആ ഒരു സമ്മേളനത്തിൻ്റെ ആ ഒരു ദിവസം ആരംഭിക്കുന്നത് ചോദ്യോത്തരങ്ങളിലൂടെയാണ്. എല്ലാ ദിവസവും 11 മണിക്ക് സമ്മേളനം ആരംഭിക്കും. എത്ര മണിക്കാണ് സമ്മേളനം ആരംഭിക്കുന്നത്? 11 മണിക്ക്. തുടർന്നുള്ള 1 മണിക്കൂർ ഭരണപരമായ ഏത് വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യം ഉന്നയിക്കാം. തുടർന്നുള്ള 1 മണിക്കൂർ ഭരണപരമായിട്ടുള്ള ഏത് വിഷയത്തിൽ. അപ്പോൾ 1 മണിക്കൂർ ചോദ്യോത്തര വേളയ്ക്ക് അവസരമുണ്ട്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് അതാത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരായിരിക്കും. സംസ്ഥാന നിയമസഭകൾ സമ്മേളിക്കുന്ന സമയക്രമം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. ഓക്കെ അല്ലേ? ഞാൻ SCRT ഫാക്റ്റുകൾ മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. അഡീഷണൽ ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. SCRT ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടേ നമ്മളത് പറയൂ, അല്ലെങ്കിൽ എല്ലാം കൂടി അങ്ങോട്ട് ഷഫ്ലാവും. ദെൻ ധനബില്ല്. സാധാരണ നിയമനിർമ്മാണത്തിന് സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ധനബില്ല് അങ്ങനെ അല്ല. എന്താണ് ധനബില്ല്? പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ധനബില്ല്. അപ്പോൾ ധനബില്ല് എന്ന് പറഞ്ഞാൽ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ധനബില്ല്. ഒരു ധനബില്ല് ലോകസഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ. അപ്പോൾ ധനബില്ല് ഒരു നോർമൽ ബില്ലാണെങ്കിൽ എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കാം. ധനബില്ലാണെങ്കിൽ ലോകസഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ. PYQ ആണ്.
ഭരണഘടന അനുശാസിക്കുന്നു, ഇങ്ങനെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. ലോകസഭ പാസാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്ന സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ രാജ്യസഭയിലേക്ക് അയക്കുന്നു. അപ്പോൾ ലോകസഭ ധനബില്ല് പാസാക്കി കഴിഞ്ഞാൽ ഇത് ധനബില്ലാണ് എന്ന് സ്പീക്കർ സാക്ഷ്യപത്രം സർട്ടിഫൈ ചെയ്ത് രാജ്യസഭയിലേക്ക് അയക്കുന്നു. ഇങ്ങനെ ബില്ല് അവിടെ ലഭിച്ചു കഴിഞ്ഞാൽ 14 ദിവസങ്ങൾക്കകം രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോകസഭയിലേക്ക് തിരിച്ചയക്കേണ്ടതാണ്. അപ്പോൾ ഒരു ധനബില്ലാണെങ്കിൽ 14 ദിവസത്തിനുള്ളിലോ അവർ നിർദ്ദേശങ്ങൾ തിരിച്ചയക്കണം. ലോകസഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. അപ്പോൾ ഇവിടെ ലോകസഭയാണ് ധനബില്ല് ആദ്യമായിട്ട് വായിക്കുന്നത്. സോ രാജ്യസഭയുടെ നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ഓക്കെ അല്ലേ? മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി ഇവിടെ ശൂന്യവേള, പാർലമെന്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ സമ്മേളനത്തിൽ പെട്ട ഒന്നാണ്, പാർലമെന്റ് സമ്മേളനങ്ങളിൽ പെട്ടതാണ് ശൂന്യവേള. 12 മണിക്ക് ചോദ്യോത്തര വേള അവസാനിക്കും. 11 മണിക്ക് തുടങ്ങി 12 മണിക്ക് അത് സ്റ്റോപ്പ് ചെയ്യും. ചോദ്യോത്തര വേളയ്ക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക്, ഇപ്പോൾ ഓരോ സമ്മേളനത്തിലും ഒരു അജണ്ട ഉണ്ടാകും. അപ്പോൾ ആ അജണ്ടയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു സമയമുണ്ട്, അതിനെ ശൂന്യവേള എന്നറിയപ്പെടുന്നു. ചോദ്യോത്തരത്തിന് ശേഷം പ്രധാന അജണ്ടയിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ചെറിയൊരു ഗ്യാപ്പുണ്ട്, അതിനെയാണ് ശൂന്യവേള. സമയം 12 മണിയാകുന്നതിനാലാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ 24 മണിക്കൂർ അല്ലെങ്കിൽ ക്ലോക്കിൽ ആ 12 മണി കാണിക്കുന്നത് 00 ആയിട്ടാണല്ലോ, അതുകൊണ്ടാണ് അതിനെ ശൂന്യവേള എന്നറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ശൂന്യവേള എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്ന വേളയല്ല, സമയത്തെ കുറിക്കാനാണ് ശൂന്യവേള. ശൂന്യവേളയിൽ നടക്കുന്നത് അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണനയ്ക്ക് വരുന്നു. അപ്പോൾ ശൂന്യവേളയിലാണ് അടിയന്തര പ്രമേയം, ഏതെങ്കിലും ഒരു കാര്യത്തിലേക്കുള്ള ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയ കാര്യങ്ങൾ വരുന്നത്. ഇതിൻ്റെ സമയം 5 മുതൽ 15 മിനിറ്റ് വരെ ദൈർഘ്യമുണ്ടാകും. SCRT ഫാക്റ്റ് ആണ്. 5 മുതൽ 15 മിനിറ്റ് വരെ ദൈർഘ്യമുണ്ടാകും. 5 മുതൽ 15 മിനിറ്റ് വരെ ദൈർഘ്യമുണ്ടാകും. ഓക്കെ അല്ലേ? ഇനി പാർലമെന്റിന് നിയമനിർമ്മാണം അല്ലാതെ മറ്റു ചില ചുമതലകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ. നമ്മുടെ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നത് പാർലമെന്റാണ്. അതെങ്ങനെയാണ്? ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു, ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യുന്നു, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നിയന്ത്രണങ്ങൾ വരുന്നത്. ചോദ്യം ഉന്നയിക്കുന്നു, ബില്ലുകളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യുന്നു, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു. ദെൻ തിരഞ്ഞെടുപ്പ് ചുമതല പാർലമെന്റിന്റെ ചുമതലയിൽപ്പെട്ടതാണ് തിരഞ്ഞെടുപ്പ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പാണ് ഇവിടുത്തെ ഉദ്ദേശം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റാണ്. അപ്പോൾ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളല്ല, പാർലമെന്റാണ്. ദെൻ ഭരണഘടനാ ഭേദഗതിക്കുള്ള അവകാശം അല്ലെങ്കിൽ ആ ഒരു ചുമതല ഉള്ളതും ആർക്കാണ്? പാർലമെന്റാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഭരണഘടനാ വകുപ്പിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ, കൂട്ടിച്ചേർക്കലോ അല്ലെങ്കിൽ ഒഴിവാക്കലോ ഒക്കെ ചെയ്യാനുള്ള അവകാശം പാർലമെന്റിന് മാത്രമാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ സംസ്ഥാന നിർമ്മാണ സഭയിലേക്ക് വരികയാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ആ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, കേരള നിയമസഭാ മന്ദിരം. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ സഭകളുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ഇവയാണ്. ഇന്ത്യയിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ വിഭാഗത്തിന് ഒരു സഭ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭൂരിഭാഗം എന്ന് പറയുമ്പോൾ തന്നെ ചില സ്ഥലങ്ങളിൽ 2 എണ്ണം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യയിൽ അധികം സംസ്ഥാനങ്ങളിലും ഒരൊറ്റ നിയമനിർമ്മാണ സഭയേ ഉള്ളൂ. ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭയെ ഏകമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കുന്നു. ഇനി ചുരുക്കം ചില സംസ്ഥാനങ്ങൾക്ക് 2 എണ്ണം ഉണ്ട്. അവിടെ നമ്മൾ പറയുന്നു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. അപ്പോൾ 1 എണ്ണം ഉള്ളത് ഏകമണ്ഡലവും 2 എണ്ണം ഉള്ളത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. അപ്പോൾ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ഉള്ളത് ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ജമ്മു ആൻഡ് കാശ്മീർ ഇവിടങ്ങളിലാണ് കേട്ടോ. ജമ്മു ആൻഡ് കാശ്മീർ ഇപ്പോൾ സംസ്ഥാനമല്ല. ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന. ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന. അധോസഭയെ നിയമസഭ എന്നും ഉപരിസഭയെ
നിയമസമിതി എന്നും വിളിക്കുന്നു. അപ്പോൾ ഇവിടെ 2 മണ്ഡലങ്ങളുണ്ടല്ലോ. അപ്പോൾ 2 മണ്ഡലങ്ങളുണ്ടാവും ഈ സംസ്ഥാനങ്ങളിൽ: ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന. ഈ സംസ്ഥാനങ്ങളിൽ നിലവിൽ ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനമല്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ 2 സഭകളുണ്ട്. ആ സമയത്ത് അതിൽ ഉയർന്നതിനെ അധോസഭയെന്നും താഴ്ന്നതിനെ ഉപരിസഭ എന്നും പറയുന്നുണ്ട്. ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നും ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നും കേട്ടോ. അധോസഭ, ഉപരിസഭ. അധോസഭയാണ് താഴ്ന്നത് അല്ലേ, അധോസഭ. ഉപരി എന്ന് പറഞ്ഞാൽ മുകളിലുള്ളത്. അധോസഭ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നും ഉപരിസഭ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നും അറിയപ്പെടുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നിയമനിർമ്മാണ സഭ അവിടെ കഴിഞ്ഞു. ഇനി കാര്യനിർവഹണ വിഭാഗം. ഇതിൻ്റെയൊക്കെ അഡീഷണൽ ഫാക്റ്റുകൾ നമ്മൾ ഇനി തുടർന്നുള്ള വലിയ ക്ലാസ്സുകളിലും NCERT-യിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ കുറേ കൂടി കാര്യങ്ങൾ നമ്മളിതിനോട് ആഡ് ചെയ്യും കേട്ടോ, ആഡ് ചെയ്യും. കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ്. അപ്പോൾ ഇവിടെ എല്ലാം കുറേ നിയമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പാചകവാതക സബ്സിഡി, പ്രവാസി വോട്ട്, ഭക്ഷ്യസുരക്ഷാ ബില്ല്, ആദർശ ഗ്രാമം പദ്ധതി, ഇങ്ങനെ കുറേ പദ്ധതികൾ നടപ്പിലാക്കും അല്ലെങ്കിൽ വൈകും, അനുമതി, തീരുമാനം, ഇതൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ മുകളിൽ തന്നിരിക്കുന്ന വാർത്തകൾ വായിച്ചല്ലോ. ഇവയൊക്കെ ദൈനംദിന നിർവഹണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ആരാണ്? നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നു. അപ്പോൾ നിയമങ്ങൾ നടപ്പിലാക്കുന്നതും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗം. നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെ പറയുന്ന പേര് കാര്യനിർവഹണ വിഭാഗം. നിയമങ്ങൾ നടപ്പിലാക്കുന്നതും ഭരണനിർവഹണം നടത്തുന്നതും കാര്യനിർവഹണ വിഭാഗമാണ്. ഇപ്പം ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗം, എക്സിക്യൂട്ടീവിനെ കുറിച്ച് നമുക്ക് പറയാം. ഇന്ത്യയിൽ 2 തലങ്ങളിലുള്ള കാര്യനിർവഹണ വിഭാഗമാണുള്ളത്. ഒന്ന് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം, മറ്റൊന്ന് സംസ്ഥാനം. അപ്പോൾ കേന്ദ്രതലത്തിലും സംസ്ഥാന തലത്തിലും രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിയും ഉദ്യോഗസ്ഥ വൃന്ദവും അടങ്ങിയിട്ടുള്ളതാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതി, കേന്ദ്രമന്ത്രി, ഉദ്യോഗസ്ഥർ. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അല്ലേ. ഇതിൽ രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുത്ത ആളുകളാണ്. ഇവരെ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. അപ്പോൾ രാഷ്ട്രപതി, കേന്ദ്രമന്ത്രി പോലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട വിഭാഗത്തെ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം അഥവാ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ അവരുടെ യോഗ്യതയെ അടിസ്ഥാനമാക്കി നിയമിക്കപ്പെടുന്നവരാണ് അല്ലേ. ഇനി ഈ ക്ലാസ് കേൾക്കുന്ന പല ആളുകളും എന്നല്ല മുഴുവൻ ആളുകൾക്കും അതിന് കഴിയട്ടെ അല്ലേ. അവർ ഉദ്യോഗസ്ഥരാകുന്ന സമയത്ത് നിങ്ങളുടെ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ അതിലേക്ക് കയറുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ സ്ഥിര കാര്യനിർവഹണ വിഭാഗമായിട്ട് മാറുന്നു. പെർമനന്റ് എക്സിക്യൂട്ടീവ് അഥവാ റിട്ടയർമെന്റ് വരെ നിങ്ങൾക്ക് അവിടെ തുടരാം. വിരമിക്കുന്നത് വരെ ഇവർ സർവീസിൽ തുടരും. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ രാഷ്ട്രപതിയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ രാഷ്ട്രപതിയിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ചിത്രത്തിൽ കാണുന്നത് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയാണ്. ഇപ്പോൾ ആരാണ് രാഷ്ട്രപതി എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതെടുത്ത് പറയാത്തത്, നിങ്ങൾ ഏത് സമയത്താണ് ഈ ക്ലാസ് കേൾക്കുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആരാണെന്ന് അവിടെ എടുത്ത് പറയാത്തത്. അപ്പോൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രപതി ആരാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവനാണ് രാഷ്ട്രപതി. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവനാണ് രാഷ്ട്രപതി. 5 വർഷ കാലയളവിലേക്കാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുക. അപ്പോൾ കാലയളവ് 5 വർഷം. ഒരു ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ ഒരു ഇലക്ടറൽ കോളേജ് ഉണ്ട്. 5 വർഷമാണ് കാലാവധി. അപ്പോൾ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഒരു ഇലക്ടറൽ കോളേജ് ഉണ്ടല്ലോ, അതൊരു ഗ്രൂപ്പാണ്, ഒരു ഇലക്ടറൽ കോളേജ്. അതിൽ ആരൊക്കെ ഉണ്ടാവും? ലോകസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അപ്പോൾ രാജ്യസഭ, ലോകസഭ, സംസ്ഥാന നിയമസഭ ഇവകളിലെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഏതിലുണ്ടാവുക? രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജിലുണ്ടാവുക. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും അദ്ദേഹമാണ് ഏറ്റവും തലപ്പത്തുള്ളത്. മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചാണ് ഈ ചുമതലകൾ അദ്ദേഹം നിർവഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട വിധത്തിലുള്ള ഉപദേശങ്ങൾ നൽകുന്നത് മന്ത്രിസഭ തന്നെയാണ്. അപ്പോൾ ഒരു രാഷ്ട്രപതിയാകാൻ എന്തൊക്കെ വേണം? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് കേട്ടോ, 35 വയസ്സ് മിനിമം, 35 വയസ്സ്. അഥവാ 35 വയസ്സ് പൂർത്തിയായാൽ മാത്രമേ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനാകുകയുള്ളൂ.
ദെൻ ലോകസഭാംഗം ആകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതയും വേണം. അപ്പോൾ ലോകസഭാംഗം ആകാൻ എന്തൊക്കെ യോഗ്യതകളുണ്ടോ അതെല്ലാം വേണം. അപ്പോൾ എന്താണ് ലോകസഭാംഗം ആകാനുള്ള യോഗ്യത, അത് നമ്മൾ പറയും കേട്ടോ. ഇനി രാഷ്ട്രപതിയുടെ ചുമതല വെരി വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ. പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയും. അപ്പോൾ നമ്മുടെ കോടതി, സുപ്രീം കോടതി ആകട്ടെ ഹൈക്കോടതി ആകട്ടെ, അവിടുത്തെ ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കുന്നതാണ് കേട്ടോ, നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇനി നമ്മുടെ ഇന്ത്യയുടെ സർവ്വസൈനാധിപൻ രാഷ്ട്രപതിയാണ്. രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോകസഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. അത് നമ്മൾ മുൻകഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ദെൻ പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി ഒപ്പുവെച്ചാലാണ് ബില്ല് നിയമമായിട്ട് മാറുന്നത്. ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതിയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. ദെൻ ദയാഹർജി അല്ലേ, ദയാഹർജി വധശിക്ഷയ്ക്ക് വിധിച്ച ആളുകൾക്ക് ദയാഹർജി തീർപ്പ് കൽപ്പിക്കൽ രാഷ്ട്രപതിക്കുള്ള ഒരു അധികാരമാണ്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹം ചെയ്യുന്നത് വളരെ ചിന്തിച്ചും മന്ത്രിമാരോട് കൂടി ആലോചിച്ചൊക്കെ ആയിരിക്കും അല്ലേ, അല്ലാതെ അവരുടെ ഇഷ്ടപ്രകാരം അങ്ങ് ചെയ്യുകയല്ല കേട്ടോ. ദെൻ ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി കഴിഞ്ഞാൽ പിന്നെ ഉപരാഷ്ട്രപതിയാണ്. ഇന്ത്യയിൽ രാഷ്ട്രപതിയെ കൂടാതെ ഉപരാഷ്ട്രപതിയും ഉണ്ട്. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതും ഒരു ഇലക്ട്രൽ കോളേജാണ്. അപ്പോൾ ഇലക്ട്രൽ കോളേജ് തന്നെയാണ് ഇദ്ദേഹത്തെയും തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭയിലും ലോകസഭയിലും ഉള്ള അംഗങ്ങൾ ഈ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളായിരിക്കും. ഇപ്പോൾ ഇവിടെ വരുന്നത് രാജ്യസഭയിലെയും ലോകസഭയിലെയും അംഗങ്ങളാണ്. ഉപരാഷ്ട്രപതിയുടെ കാലയളവും 5 വർഷമാണ് കേട്ടോ, 5 വർഷമാണ്. നമ്മുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. നിലവിലെ ഉപരാഷ്ട്രപതി ആരാണ്, അതുകൂടി കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം എല്ലാ ടോപ്പിക്സും വളരെ ക്വാളിറ്റിയോടുകൂടി നിങ്ങൾക്ക് സൗജന്യമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിൻസ്പയറിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ നിങ്ങളാണ്, ഉദ്യോഗാർത്ഥികളായ നിങ്ങളാണ് സഹകരിക്കേണ്ടത്. എപ്പോഴും പറയുന്നത് പോലെ ക്ലാസ് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുമെങ്കിൽ ലൈക്ക് ചെയ്യുക, വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. ദെൻ ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതല നിർവഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. അപ്പോൾ രാഷ്ട്രപതി ഇല്ലെങ്കിൽ ആ ഒരു ഡ്യൂട്ടി ചെയ്യുന്നത് ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മൾ മുൻപ് പറഞ്ഞതേ ഉള്ളൂ അല്ലേ, രാജ്യസഭാ സമ്മേളനത്തിൽ ചെയർമാനായിട്ടുള്ളത് അധ്യക്ഷം വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. ദെൻ ഇനി വരുന്നത് കേന്ദ്ര മന്ത്രിസഭയാണ് അല്ലേ, കാര്യനിർവഹണ വിഭാഗത്തിൽ ഇനി വരുന്നത് കേന്ദ്ര മന്ത്രിസഭയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്ര മന്ത്രിസഭ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ വിനിയോഗിക്കുന്നത് മന്ത്രിസഭയാണ്. അപ്പോൾ രാഷ്ട്രപതിക്ക് കുറേ ചുമതലകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ഹെഡ് പോലെ അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. ഉപദേശവും നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക മന്ത്രിസഭയായിരിക്കും. നമ്മൾ റബ്ബർ സ്റ്റാമ്പ് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ചിത്രമാണ് പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും സഹമന്ത്രിമാരും ഉപമന്ത്രിമാരും അടങ്ങുന്ന കേന്ദ്ര മന്ത്രിസഭ. അപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിൽ പ്രധാനമന്ത്രി ഉണ്ടാകും, ക്യാബിനറ്റ് മന്ത്രിമാരുണ്ടാകും, സഹമന്ത്രിമാരുണ്ടാകും, ഉപമന്ത്രിമാരുണ്ടാകും. അപ്പോൾ പ്രധാനമന്ത്രിയാണ് ടോപ്പ്. പിന്നീട് ക്യാബിനറ്റ് മന്ത്രിമാർ, ഇവർക്ക് വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതല, അപ്പോൾ ഒരു വകുപ്പ് ആയവരെ ഏൽപ്പിക്കുന്നു. ആഭ്യന്തര വകുപ്പ്, വിദ്യാഭ്യാസം, അങ്ങനെ ഓരോ വകുപ്പും അവർക്ക് ഏൽപ്പിക്കുന്നു. ഇനി സഹമന്ത്രിമാർ എന്താ ചെയ്യുന്നത്, ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുന്നു. അപ്പോൾ ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുന്നത് സഹമന്ത്രിമാരാണ്. അതിനുശേഷം ഉപമന്ത്രിമാരുണ്ട്. ഇവർ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ മറ്റു മന്ത്രിമാരെ സഹായിക്കുന്നു. അപ്പോൾ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കാൻ മറ്റുള്ള മന്ത്രിമാരെ സഹായിക്കുക എന്നുള്ള ചുമതലയാണ് ഉപമന്ത്രിമാർക്കുള്ളത്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ പുതിയ മന്ത്രിസഭയും മറ്റു കാര്യങ്ങളൊക്കെ വന്നു, അത് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ പറയും കേട്ടോ. ദെൻ പ്രധാനമന്ത്രിയുടെ ചുമതലകൾ. ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവിനെ ആയിരിക്കും പ്രധാനമന്ത്രിയായി നിയമിക്കുക. അപ്പോൾ ഏത് മന്ത്രിസഭയ്ക്കാണ്, ലോകസഭയിൽ ഏത് മന്ത്രിസഭയ്ക്കാണ് ഭൂരിപക്ഷം ഉള്ളത്, ആ മന്ത്രിസഭയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. പ്രധാനമന്ത്രിക്ക് അതിവിപുലമായ അധികാരങ്ങളും ചുമതലകളും ഉണ്ട്. അപ്പോൾ പ്രധാനമന്ത്രിക്കാണ് കുറേ കൂടി ഡ്യൂട്ടീസ് കൂടുതലുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ തീരുമാനങ്ങളിലും നിർണായകമായ സ്വാധീനം അദ്ദേഹത്തിനുണ്ടാകും.
നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു ആണ് അല്ലേ. പ്രധാനമന്ത്രിയുടെ ചുമതലകൾ ലോകസഭയുടെ നേതാവ് പ്രധാനമന്ത്രിയാണ്. ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷം വഹിക്കുന്നത് കേട്ടോ. ക്യാബിനറ്റ് മീറ്റിംഗ് എന്ന് പറയാം, ക്യാബിനറ്റ് മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാരുള്ള മീറ്റിംഗ്, അതിന് അധ്യക്ഷം വഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഓക്കെ അല്ലേ. ദെൻ നമ്മൾ എക്സിക്യൂട്ടീവിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം. സംസ്ഥാനത്തിലെ കാര്യനിർവഹണ വിഭാഗം. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണറാണ് അല്ലേ. കേന്ദ്രമാകുമ്പോൾ അവിടെ പ്രസിഡന്റ്, സംസ്ഥാനമാകുമ്പോൾ ഗവർണർ. മുഖ്യമന്ത്രിയാണ് ഇവിടുത്തെ മന്ത്രിസഭയുടെ തലവൻ. ഓക്കെ അല്ലേ. അങ്ങനെ കാര്യനിർവഹണ വിഭാഗം അവിടെ കംപ്ലീറ്റ് ആയി. ഇനി നീതിന്യായ വിഭാഗം അഥവാ ജുഡീഷ്യറി. അപ്പം അതിൻ്റെ ഒരു ഓർഡർ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. രാജ്യത്ത് വ്യക്തിയും ഗവൺമെൻറ് തമ്മിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലും സംസ്ഥാനങ്ങൾ തമ്മിലും വിവിധ വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നത്, അപ്പോൾ ഏതൊരു തർക്കമായാലും അതിന് തീർപ്പ് കൽപ്പിക്കുക എന്നുള്ളത് നീതിന്യായ വകുപ്പിൻ്റെ ചുമതലയാണ്. കുറ്റവാളികൾക്ക് ശിക്ഷ നൽകിയും നിരപരാധിയായ ആളുകളെ സംരക്ഷിച്ചും കോടതികൾ നീതി നടപ്പിലാക്കുന്നു. അപ്പോൾ കുറ്റവാളികളുണ്ടെങ്കിൽ ശിക്ഷിക്കുന്നു, നിരപരാധികളുണ്ട് എങ്കിൽ അവരെ കുറ്റവിമുക്തരാക്കുന്നു, അവരെ സംരക്ഷിക്കുന്നു. ഇതാണ് നീതിന്യായ വകുപ്പ് ചെയ്യുന്നത്. നിയമനിർമ്മാണ വിഭാഗം പാസാക്കിയ നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. അപ്പോൾ നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുന്നു. അപ്പോൾ ഈ നിയമങ്ങൾ അതിലെന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ വ്യാഖ്യാനം വ്യാഖ്യാനം നൽകുന്നത്, നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗമാണ് അല്ലേ. നമ്മളെ കേസൊക്കെ നടക്കുന്ന സമയത്ത് ഭരണഘടന എടുത്തു വെച്ച് വകുപ്പുകളെ വ്യാഖ്യാനിച്ചാണ് പല തീരുമാനങ്ങളിലേക്കും വിധികളിലേക്കൊക്കെ എത്തുന്നത്. ഇന്ത്യയിലെ നീതിന്യായ വിഭാഗത്തിൻ്റെ ഘടന ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ വരുന്നത് സുപ്രീം കോടതിയാണ്. രാജ്യത്തെ പരമോന്നത കോടതിയാണ്. ഇന്ത്യ മുഴുവനാണ്. അപ്പോൾ ഇന്ത്യയിലെ എവിടത്തെ കേസും സുപ്രീം കോടതിക്ക് എടുക്കാൻ കഴിയും. ദെൻ ഹൈക്കോടതി സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന കേസുകളാണ് പരിശോധിക്കുന്നത്. അപ്പോൾ സംസ്ഥാന തലത്തിലാണ് ഹൈക്കോടതി. ദെൻ ജില്ലാ കോടതി ജില്ലാ അടിസ്ഥാനത്തിലാണ്. പിന്നെ സബ് കോടതി, മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതിയൊക്കെ ഉണ്ട്. ഇവകൾ താലൂക്ക് തലത്തിലുള്ള കേസുകളാണ്. താലൂക്ക് തലത്തിലുള്ള കേസുകളാണ് ഇവിടെ പരിഗണിക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി ഇന്ത്യയിലെ നീതിന്യായ വിഭാഗം. ഇന്ത്യയിലെ നീതിന്യായ വിഭാഗമാണ് സുപ്രീം കോടതി, ഹൈക്കോടതി അടക്കമുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം സുപ്രീം കോടതിയെക്കുറിച്ച് പറയാം. ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് HJ കനിയയാണ് കേട്ടോ. HJ കനിയ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. ഇത് പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യുക. ശരിയായിട്ടുള്ള ഉത്തരം ഞാൻ എന്ത് ചെയ്യും? മെൻഷൻ ചെയ്യും. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് ശരിയാണെങ്കിൽ ഞാനത് മെൻഷൻ ചെയ്യും. രാജ്യത്തെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും അടങ്ങുന്നതാണ് സുപ്രീം കോടതി. അപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു മെയിൻ ജഡ്ജ് ഉണ്ടാവും, അദ്ദേഹത്തെയാണ് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുക. പിന്നെ ബാക്കി ജഡ്ജിമാരും. നിലവിൽ ചീഫ് ജസ്റ്റിസും 30 ജഡ്ജിമാരും, ടോട്ടൽ 31 പേരുണ്ട്. ഒരു ജഡ്ജും ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും. രാഷ്ട്രപതിയാണ് ഈ ജഡ്ജിമാരെ എല്ലാം നിയമിക്കുന്നത്. ഇനി സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ എന്തൊക്കെയാണ്? മൗലിക അവകാശ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുണ്ടായ തർക്കങ്ങൾ, അപ്പോൾ അവിടെയൊന്നും ഹൈക്കോടതിയല്ല ഇടപെടുന്നത്, സുപ്രീം കോടതിയാണ്. ഈ സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള, ഒരു സംസ്ഥാനവും മറ്റൊരു സംസ്ഥാനവും തമ്മിലുള്ള തർക്കങ്ങൾ, ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ. അപ്പോൾ ചില കേസുകളിൽ ഭരണഘടനയുടെ വകുപ്പ് വ്യാഖ്യാനിക്കേണ്ടി വരുന്നു. അപ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥതലങ്ങളെ വ്യാഖ്യാനിക്കണമെങ്കിൽ സുപ്രീം കോടതിയാണ് ഇടപെടുന്നത്. ദെൻ സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്ന് അപ്പീൽ കേസുകളിൽ, അപ്പോൾ സംസ്ഥാന കോടതിയിൽ ഒരു കേസ് വന്നു, അത് തീർപ്പായി, പിന്നീട് അപ്പീലിന് പോയി കഴിഞ്ഞാൽ അത് സുപ്രീം കോടതിയിലെത്തും. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ഹൈക്കോടതിയിൽ തീർപ്പായില്ല, സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയും. ദെൻ ഇനി ഹൈക്കോടതി, കേരള ഹൈക്കോടതിയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. അപ്പോൾ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ്. രാഷ്ട്രപതി നിയമിക്കുന്ന ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കും. ജില്ലാ കോടതികളുടെയും
കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം ഹൈക്കോടതിക്കാണ്. അപ്പോൾ സംസ്ഥാന തലത്തിൽ ജില്ലാ കോടതികളുണ്ട്. ആ ജില്ലാ കോടതികളെ നിയന്ത്രിക്കുന്നതും മേൽനോട്ടം കൊടുക്കുന്നതും ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവ് പുറപ്പെടുവിക്കൽ. അപ്പോൾ മൗലികാവകാശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മൗലികാവകാശം ലംഘിക്കപ്പെടുകയാണെങ്കിൽ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും സമീപിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതേ കേസ് ഹൈക്കോടതിയിലും എടുക്കുന്നുണ്ട്. പിന്നീട് സിവിലും ക്രിമിനലുമായി ആയ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ. അപ്പോൾ ഇവിടെ അപ്പീൽ വന്നാലാണ് ഹൈക്കോടതിയിൽ എടുക്കുന്നത്. ഇപ്പോൾ മുൻസിഫ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് പോയി അവിടെ നിന്ന് അപ്പീൽ ചെയ്തു നേരെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈക്കോടതിയാണ് ഏറ്റെടുക്കുന്നത്. അവിടെയും നിന്നില്ല എങ്കിലാണ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. ദെൻ സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾ. അപ്പോൾ കേന്ദ്ര മന്ത്രിസഭ പാസ്സാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് സുപ്രീം കോടതി. സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ഹൈക്കോടതി. ദെൻ ലോക് അദാലത്ത്. എന്താണ് ലോക് അദാലത്ത്? നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ അദാലത്തിൽ വെച്ചിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് അദാലത്ത്? സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി ചില നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. അവയിൽപ്പെട്ടതാണ് ലോക് അദാലത്ത്. അപ്പോൾ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും പണച്ചെലവില്ലാതെ നീതി ലഭിക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ലോക് അദാലത്ത്. ലോക് അദാലത്ത് എന്ന പദത്തിനർത്ഥം ജനങ്ങളുടെ കോടതി എന്നാണ്. ജനങ്ങളുടെ കോടതി. സന്നദ്ധ സ്വഭാവമുള്ള ഈ നീതിന്യായ സംവിധാനമാണ് ഇത്. ഇവിടെ ഒരു സന്നദ്ധ സ്വഭാവമാണ്, ഒരു വോളണ്ടിയർ സ്വഭാവമാണ് ഉള്ളത്. കക്ഷികൾക്ക് താല്പര്യമെങ്കിൽ കേസ് തീർപ്പാക്കുന്നതിന് ലോക് അദാലത്തിന് സമീപിക്കാം. ഇതൊരു കോടതി പോലൊന്നുമല്ല, ഒരു സന്നദ്ധ വിഭാഗം പോലെയാണ്. അപ്പോൾ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അദാലത്തിൽ വെച്ചിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. കൂടിയാലോചനകളിലും ഒത്തുതീർപ്പുകളിലും കൂടിയാണ് ഇവിടെ കേസ് തീർപ്പാക്കുന്നത്. അപ്പോൾ പരസ്പരം കക്ഷികൾ ഇന്ന് കൂടിയാലോചിച്ചും ഒത്തുതീർപ്പ് നടത്തിയാണ് ഇവിടെ കേസ് തീർപ്പാക്കുന്നത്. അദാലത്ത് കക്ഷികളെ ഇങ്ങനെ കൂടിയാലോചനയിലൂടെയും തീർപ്പുകളിലൂടെയും കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നു. കേസുകൾ കഴിയുന്നത്ര വേഗത്തിൽ തീർപ്പാക്കുക, കാലതാമസം ഒഴിവാക്കുക എന്നിവയാണ് ലോക് അദാലത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ കേസുകൾ കഴിയുമെങ്കിൽ പെട്ടെന്ന് തന്നെ കക്ഷികളിരുന്ന് ഒത്തുതീർപ്പാക്കി പോവുകയാണെങ്കിൽ അതാണല്ലോ നല്ലത്. കോടതി പ്രക്രിയയിലേക്ക് വന്ന് ഒരുപാട് കാലതാമസം വരണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് ലോക് അദാലത്തുകൾ വന്നിട്ടുള്ളത്. ഇനി കീഴ്ക്കോടതികൾ. ഹൈക്കോടതിയുടെ താഴെ വരുന്ന കോടതിയാണ് ജില്ലാ കോടതി, സബ് കോടതി, മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി എന്നിവ. സിവിൽ കേസുകളിലും ക്രിമിനൽ കേസുകളിലും തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം കീഴ്ക്കോടതികൾക്കാണ്. ഗവൺമെൻറ്റിൻ്റെ 3 ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഈ 3 ഘടകങ്ങളും യോജിച്ചും സഹകരിച്ചും പരസ്പരം ബഹുമാനത്തോടെയും ഭരണഘടന അനുസൃതമായും പ്രവർത്തിച്ചാൽ മാത്രമേ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഫലപ്രദമായിട്ട് നടക്കുകയുള്ളൂ. സോ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ 3 ഘടകങ്ങളെക്കുറിച്ച് പഠിച്ചു. നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ഗവൺമെൻറ്റിന് 3 ഘടകങ്ങളുണ്ട്. നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം. നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുന്നു. കാര്യനിർവഹണ വിഭാഗം അത് നടപ്പിലാക്കുന്നു. നീതിന്യായ വിഭാഗം അത് വ്യാഖ്യാനിക്കുന്നു. ഇന്ത്യയുടെ കേന്ദ്ര നിയമനിർമ്മാണ സഭ പാർലമെൻറ്റാണ്. രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. നിയമങ്ങൾ നിർമ്മിക്കുക പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലയാണ്. നിയമനിർമ്മാണത്തോടൊപ്പം മറ്റു ചുമതലകളും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? തിരഞ്ഞെടുപ്പ് പോലുള്ള മറ്റു ചുമതലകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ എന്നിവർ ഉൾക്കൊള്ളുന്നതാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം. ഗവർണറും മുഖ്യമന്ത്രിയും മന്ത്രിസഭയും സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഭാഗമാണ്. ഇതിന് അവസാനം നമ്മൾ നീതിന്യായ വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു. സുപ്രീം കോടതി, ഹൈക്കോടതി, കീഴ്ക്കോടതികൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ നീതിന്യായ വിഭാഗം. ഓക്കെ അല്ലേ? ദെൻ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്. നമ്മുടെ ഗവൺമെൻറ് നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം ഇങ്ങനെയുണ്ട്. ദെൻ അത് ഓരോന്നിൻ്റെയും സ്ട്രക്ചർ തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ നമ്മുടെ SCERT പാഠഭാഗം പ്രകാരം അഥവാ 2024 മുമ്പുള്ള പാഠഭാഗപ്രകാരം നമ്മുടെ ഒരു 10ാം ക്ലാസ് നിലവാരം വരെയുള്ള പരീക്ഷകൾക്ക് ഇനിയൊരു പാഠത്തിൻ്റെ മാത്രം ആവശ്യമുള്ളൂ. ഒരു ഡിഗ്രി ലെവലിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ചാപ്റ്റേഴ്സ് വേണ്ടി വരും. സോ നമ്മളത് ആദ്യം ഒരു 10ാം ക്ലാസ് നിലവാരത്തിൽ കംപ്ലീറ്റ് SCERT GK സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടാണ്
NCERT ലെവലിലേക്ക്, ഡിഗ്രി ലെവലിലേക്കൊക്കെ നമ്മൾ കടക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു നിലയിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ, നമ്മുടെ മിഡ്സ്പെയർ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ എല്ലാവിധ പിന്തുണയും നൽകുക. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും വിജയാശംസകൾ.